ഇത്ര പരവേശം? മാധവേട്ടനെ ആരെയും നോക്കുന്നത്? അമ്മ വന്നിരുന്നു. പാഞ്ചാലിയുടെയും സീതാദേവിയുടെയും കഥ പറഞ്ഞു. നിന്നെ സീതയ്ക്ക് തുല്യായ പതിവ്രതയാണെന്ന് വിശേഷിപ്പിച്ചു. മാധവേട്ട സ്വപ്നം കണ്ടതാ? അല്ല ചന്ദ്രു, സത്യമായിട്ടും അമ്മ ഇവിടെ വന്നു. വീട്ടിൽ നിൽക്കുന്ന അതേ വേഷം, അതേ ചിരി, അതേ തലയെടുപ്പ്. അമ്മ എങ്ങും പോയിട്ടില്ല. അമ്മ ഇവിടെ എവിടെയോ ഉണ്ട്. മാധവേട്ട, എന്തിനാ എഴുന്നേക്കുന്നേ? എവിടേക്കാ പോകുന്നത്? അമ്മ, അമ്മയുടെ മാധവാന്നുള്ള വിളി നീ കേട്ടില്ലേ? അമ്മ പുറത്തു തന്നെ ഉണ്ട് ചന്ദ്രു. അമ്മയെ കണ്ടാൽ നമ്മൾ ഭയക്കുമെന്ന് കരുതി വെട്ടപ്പെടാത്തതാ. അതെങ്ങനെയാ മാധവേട്ട? എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിൽ തളർന്നു കിടക്കുന്ന അമ്മയെ മാധവേട്ടനും കണ്ടതല്ലേ? അമ്മ എങ്ങനെ ഇവിടെ വരുന്നത്? അമ്മയെ നമ്മളോടൊപ്പം കൂട്ടാത്തതിന്റെ വിഷമം തന്നെ ഓർത്ത് കിടന്നിട്ടാ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടത്. യഥാർത്ഥ സത്യം ഉൾക്കൊള്ളാൻ മാധവേട്ടന് കഴിയണം. അമ്മ ഇവിടെ വന്നിട്ടേയില്ല. മാധവേട്ട, ഇങ്ങനെ സങ്കടപ്പെടാതെ. ഞാനില്ലേ മാധവേട്ടന്? സങ്കടപ്പെടാതെ. ഇല്ല ചന്ദ്രു, അമ്മ. ഹലോ മാധവ, താനിത് എവിടെയാ? ഞാൻ 2 ദിവസമായിട്ട് മാധവനെ വിളിക്കുന്നു, കിട്ടുന്നില്ല. അത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. പോരാത്തിന് മൊബൈലൊരു. മാധവ, താനിപ്പോ എവിടെയാ? അത് കുറച്ച് ദൂരെയാ. അതൊക്കെ പിന്നെ പറയാം. നിന്റെ വീട്ടിൽ എന്തുണ്ട് വിശേഷം? വിശേഷം എന്റെ വീട്ടിലല്ലല്ലോ, തന്റെ വീട്ടിലല്ലേ? എന്റെ വീട്ടിൽ തന്റെ അമ്മ മരിച്ചുപോയി. അമ്മ, താനില്ലാത്തതുകൊണ്ട് വിനുവാണ് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തത്. തന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം അതായിരുന്നു. ഹലോ 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 മാധവ, എന്റെ അമ്മ, അമ്മേ, എന്റെ അമ്മ.
കരയാതെ. പ്രകാശനും മനോജും ഈ മാധവനും തമ്മിൽ എന്താ വ്യത്യാസം? പ്രകാശനും മനോജും അച്ഛനമ്മമാരെ അവഗണിച്ചു. അതുപോലെ മാധവനും പെറ്റമ്മയെ അവഗണിച്ചു. ഇനി ചന്ദ്രുവിനെ കൂടി അവഗണിക്കരുതെന്ന് ഓർമ്മിപ്പിക്കാനാണോ അമ്മ അവൾ പതിവ്രതയാണെന്ന് അവസാനമായി പറഞ്ഞിട്ട് പോയത്? ചന്ദ്രു ആരാണെന്നാ നിന്റെ വിചാരം? സാക്ഷാൽ സീതാദേവിയാടാ. ഇല്ലമ്മേ, പതിവ്രതയായ ചന്ദ്രുവിനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല.